പാടിച്ചാൽ ചേരുന്നുണ്ട് കൊച്ചിയിൽ. അമൽ, എന്താണ് അവിടെ നിന്നുള്ള കൊച്ചി? നമുക്കറിയാം സംസ്ഥാനത്ത് രാജ്യത്ത് എല്ലായിടത്തും സമാന പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 1500-നടുത്ത് രൂപയാണ് ഈ പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം വാണിജ്യ വാതക സിലിണ്ടറിന് വില കൂടിയത്. ഒരു തരത്തിലും ഹോട്ടൽ ഉടമകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ചെറിയ ഏതെങ്കിലും വർധനമായിരുന്നുവെങ്കിൽ ചായക്ക് 1 രൂപ കൂട്ടുകയോ അല്ലെങ്കിൽ ഊണിന് 5 രൂപ കൂട്ടുകയോ അവർക്ക് വേണമെങ്കിൽ പൈസ ഈടാക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ പോലും ഈടാക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. 1500 രൂപ ഒറ്റയടിക്ക് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഏകദേശം 10 സിലിണ്ടർ ഉപയോഗിക്കുന്നിടത്താണ് 15,000 രൂപയ്ക്ക് അടുത്ത് വർധന വരികയാണ്. കൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം. മെയ് 6-ാം തീയതി ഏതായാലും അവർ ഹോട്ടൽ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് കൊച്ചിയിലൊരു സാഹചര്യം? സിജു, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണ്. വളരെ തിരക്കുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നിരവധി ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ഹോട്ടലുകളുടെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇതാണ്. അതായത് ഷട്ടർ ഇട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഈ സൗത്തിലെ ഒരു ദോശക്കടയാണ്. ഇവിടെ നമുക്ക് ആ ഒരു മെനു ബോർഡ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിരവധി ദോശകൾ, പനീർ ദോശ, മസാല ദോശ, ഒനിയൻ ദോശ, എഗ്ഗ് ദോശ, അങ്ങനെ വിവിധ തരത്തിലുള്ള ദോശകൾ വിൽക്കുന്ന ഒരു കടയായിരുന്നു. പക്ഷേ അതിന് നിലവിലിവിടെ ഷട്ടർ ഇട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ ഈ സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവും ഒപ്പം തന്നെ ഈ പാചകവാതക വില വർധനവും ഒക്കെ ഉണ്ടായതോടുകൂടി ഇത്തരത്തിൽ ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഹോട്ടൽ മേഖലയിൽ ഉള്ളവർക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതോടുകൂടി അവർക്ക് ഈ ഒരു ഹോട്ടൽ മേഖല അല്ലെങ്കിൽ തങ്ങളുടെ കച്ചവട സ്ഥാപനം അത് പൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതോടുകൂടി അവരുടെ ജീവിത വരുമാനം, ആകെ ഉണ്ടായിരുന്ന ഒരു ജീവിത വരുമാനം അത് ഇല്ലാതാവുകയാണ്. മുന്നേ തന്നെ നമ്മൾ നിരവധി ഈ ഹോട്ടൽ ഉടമകളോടൊക്കെ സംസാരിച്ചു. അവരൊക്കെ വളരെ കണ്ണീരോടുകൂടിയാണ് പറയുന്നത് തങ്ങളുടെ ഏക വരുമാനം അത് ഇല്ലാതാകാൻ വേണ്ടി പോകുന്നു. ഇനി ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തങ്ങളുടെ ഈ ഒരു ഹോട്ടൽ കൂടി പൂട്ടേണ്ടി വരും എന്നുള്ളതാണ്. നിലവിലിപ്പോൾ നമ്മൾ മറ്റൊരു ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും സമാനമായ സാഹചര്യം തന്നെയാണ്. മുന്നേ വലിയ തിരക്കുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു വില വർധനവൊക്കെ വന്നതോടുകൂടി ആളുകളുടെ എണ്ണം കുറയുന്നുണ്ട്. നമുക്ക് ഹോട്ടൽ ഉടമയോട് തന്നെ ചോദിച്ചു നോക്കാം. നിലവിലിപ്പോൾ ഈ പാചകവാതക വിലവർധന ഉണ്ടായിരിക്കുകയാണ്. അത് വലിയ രീതിയിൽ ഹോട്ടൽ മേഖലയെ ബാധിച്ചു തുടങ്ങിയിട്ട് കുറേ ആയി. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ കിട്ടലിൻ്റെ ദൗർബല്യത പിന്നെ ഇപ്പോൾ വില കൂടിയപ്പോൾ ഇന്നലെ തന്നെ 970 രൂപ കൂടി. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. വിലയൊന്നും ഒരുപാട് കൂട്ടാൻ പറ്റില്ല. വില കൂട്ടിയാൽ തന്നെ ജനങ്ങൾ നമ്മളോടൊരു പല ആളുകാരും കൂട്ടിയിട്ട് നമുക്ക് കൂട്ടിയിട്ടില്ല. ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോയി. ഈ ഭക്ഷണ സാധനങ്ങൾക്ക് എങ്ങനെ വില കൂട്ടാൻ വേണ്ടി പറ്റില്ല? വില കൂട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു പരിധി കേട്ടോ. ജനങ്ങൾ നമ്മൾ പിഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പിന്നെ ഇതിനകത്തേക്ക് കയറാതെ. അതുപോലെ തന്നെ പല സാധനങ്ങളും നിർത്തി നമ്മൾ ചൈനീസ് ഐറ്റം അതുപോലെ കുറേ ഐറ്റമൊക്കെ നിർത്തിയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോവുകയാണ്. ഈ മെനു ചാർട്ടിൽ നിരവധി ഐറ്റംസ് കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും നിലവിൽ ഇവിടെ ഇല്ല. നിലവിലില്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പിന്നെ പണിയാരൊക്കെ കുറച്ച് ഇങ്ങനെ ഉരുട്ടി പോവുകയാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ സിലിണ്ടറിൻ്റെ ക്ഷാമം വലിയ രീതിയിൽ ബാധിച്ചു. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ പാചകവാതക വില വർധന കൂടി ഉണ്ടാകുന്നത്. ഈ 3 സിലിണ്ടർ എടുക്കാത്ത 1 സിലിണ്ടറാണ് കിട്ടുന്നത്. പല ഐറ്റം ഒഴിവാക്കേണ്ടി വന്നു. ജനങ്ങൾക്ക് വേണ്ടത് മീൽസൊക്കെയാണ്. ഇപ്പോൾ കുറേ ആയിട്ടില്ല. ഇപ്പോൾ തുടങ്ങി വന്നപ്പോൾ വില കൂടി. ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിന് തൊട്ട് സമീപം തന്നെ ഒരു ദോശക്കട കണ്ടു. അതിന് ഷട്ടർ വീണ് കഴിഞ്ഞു. നമ്മുടെ തന്നെയാണ്. പക്ഷേ പറ്റണ്ടേ. ഇത് 3200 രൂപ 300 രൂപ കൊടുത്ത് ഗ്യാസ് എടുത്തിട്ട് ദോശക്കട നടത്താൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദോശ കഴിക്കാൻ മുന്നേ തന്നെ ആൾക്കാർ പോക്കറ്റിൽ കാശില്ലാത്തവരാണ് വന്നത്. ചെറിയൊരു ചാർജിൽ ഭക്ഷണം കഴിച്ച് പോകാന്നുള്ള രീതിയിലാണ് ദോശക്കടക്കാറുള്ളത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നടപടി ഇത് വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ ബാധിക്കുന്നു അല്ലേ? ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ യൂണിയനുകൾ ശരിക്ക് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ ഒന്നും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. എന്നാലും അവർ ശരിക്ക് നമ്മുടെ KHR ശരിക്ക് അവർ സർക്കാരിലേക്ക് ബന്ധപ്പെട്ട് അവർക്ക് കൊണ്ട് പാടുള്ളത് ചെയ്യുന്നുണ്ട്. ഇത് നിലനിൽപ്പിനെ ശരിക്കും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര നാളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ? ഇപ്പോൾ 2 കുറ്റിയൊക്കെ എടുത്ത് ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. ഒരെണ്ണം വാങ്ങിക്കാനേ കാശുള്ളൂ. എങ്ങനെയാണ് ഈ സിലിണ്ടറിൻ്റെ ചിലവ് എങ്ങനെയാണ് വരുന്നത്? നമുക്കൊരു 2 ദോശക്കട ഉണ്ടെങ്കിൽ 3 സിലിണ്ടർ വേണം. അത് ഒരെണ്ണമാണ് കിട്ടണത്. അത് കാരണം ദോശക്കട അടച്ചത്. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മറ്റ് ഹോട്ടൽ ഉടമകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല എന്നൊരു പ്രതികരണമാണ് ലഭിക്കുന്നത്. പറ്റൂല. കാരണം ഇതിപ്പോൾ വേറെ വാർത്തകളൊന്നുമില്ല. ഒറ്റക്കായതുകൊണ്ട് ഇങ്ങനെ തള്ളിക്ക് പോവാം. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പല രീതിയിലൊക്കെ 2 പാർട്ണർ 3 പാർട്ണറുള്ളവരൊക്കെയാണ്. ഞാൻ പിന്നെ ഒറ്റക്കായതുകൊണ്ട് കിട്ടിയാലും കിട്ടിയില്ല ആരോടും പറയണ്ടല്ലോ. ഇങ്ങനെ പോയി നമ്മളെ സ്ഥിരം കുറേ പണിക്കാരും ഉണ്ട്. അവരൊക്കെ പോയാൽ ബുദ്ധിമുട്ടാകില്ല എന്ന് പറഞ്ഞ് തുറന്നു പോയി. അപ്പോൾ ഒരു ലാഭ ബിസിനസ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാഭം എല്ലാ സാധനത്തിനും നിത്യോപയോഗ സാധനമാണെങ്കിൽ എല്ലാത്തിനും ഡെയിലി വില കൂടിയാണ്.
അപ്പോൾ വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ സിലിണ്ടറിന്റെ വില വർധന കാരണം ഉള്ളത്. അതെ അതെ അതെ, എല്ലാം സിലിണ്ടർ മാത്രമല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം. സിജു ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ, അതായത് ഞാൻ നേരത്തെ ഒരു ദോശക്കട കാണിച്ചു, സമാനമായ രീതി തന്നെയാണ് മറ്റ് ഹോട്ടലുകളിലും ഉള്ളത്. അവർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ എന്നൊരു കാര്യമാണ് ഇവർ പറയുന്നത്. കാരണം 993 രൂപയാണ് ഈ വാതക വില വർധനവായി ഉണ്ടായത്. ഈ കഴിഞ്ഞൊരു 4 മാസം മാത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 1498 രൂപ, ഏകദേശം 1500 രൂപയ്ക്ക് അടുത്ത് വില വർധനവ് ഉണ്ടായിക്കഴിഞ്ഞു. അതോടുകൂടി ഈ ഒരു മേഖല വലിയ പ്രതിസന്ധി നേടുന്നു. മെയ് 6 ഒരു പ്രതിഷേധം. അമൽനാഥ് പാടിച്ചാലാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.